മലയാള മനോരമയുടെ ഹോർത്തൂസ് എന്ന സംവാദ പരിപാടിയിലെ ഒരു പ്രധാനപ്പെട്ട സെഷൻ അംബേദ്കറിനെ കുറിച്ചായിരുന്നു. അംബേദ്കറിനെ എങ്ങനെ വായിക്കുന്നു എന്നതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്ക്. സണ്ണിയം കബിക്കാട്, അതുകൂടാതെ തന്നെ ടി.എസ്. ശ്യാംകുമാർ, ശ്രീജിത്ത് പണിക്കർ എന്നിവരായിരുന്നു പാനലിസ്റ്റുകൾ. അതിൽ ശ്രീജിത്ത് പണിക്കർ മാത്രമായിരുന്നു വേറിട്ട ശബ്ദമുയർത്തിയത്. കാരണം സണ്ണിയം കബിക്കാടാണെങ്കിലും ടി.എസ്. ശ്യാംകുമാർ ആണെങ്കിലും അവർ ദളിത് ആക്ടിവിസ്റ്റുകളാണ്. അതുകൂടാതെ തന്നെ അവരുടെ ഒരു സമീപനം എന്ന് പറയുന്നത് അംബേദ്കറുടെ വിമർശനം പ്രധാനമായും ഹിന്ദുമതത്തിനെതിരെയാണ്, ഹിന്ദുമതത്തിലെ ജാതീയതക്കെതിരെയാണ്. ഒരു സ്ഥിരം വാർപ്പ് മാതൃക അവർക്ക് പറയാനുണ്ട്. നമ്മളെല്ലാം കേട്ട് പഴകിയ ഒരു ശൈലി തന്നെയാണ് അവർക്ക്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആശയങ്ങളാണ് അവർക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. പക്ഷേ ശ്രീജിത്ത് പണിക്കർ വിഭിന്നമായ രീതിയിൽ, കാരണം അംബേദ്കർ വിവിധ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് അദ്ദേഹം ഒരു അതർ വ്യൂ ആണ് ശ്രീജിത്ത് പണിക്കർ ഉയർത്താൻ ശ്രമിച്ചത്. പക്ഷേ അതിനെതിരെ വലിയ പ്രതിഷേധമൊക്കെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഇടപെടലൊക്കെ മോഡറേറ്ററുടെ ഭാഗത്തു നിന്നുണ്ടായി. അതുകൂടാതെ സദസ്സിൽ നിന്നുണ്ടായി, കൂവലൊക്കെ ഉണ്ടായി. അതായത് ഒരു സഹിഷ്ണുതയില്ലാത്ത ഒരു അവസ്ഥ. പൊതുവെ സഹിഷ്ണുതയെക്കുറിച്ചും ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെ കുറിച്ചൊക്കെ പറയുന്നവർ തന്നെ അസഹിഷ്ണുത കാണിക്കുന്നതാണ് നമ്മൾ ആ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആ ഒരു ടോപ്പിക്ക് തന്നെയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് അംബേദ്കർ ഹിന്ദുമതത്തെ മാത്രമാണോ വിമർശിച്ചത്? ഹിന്ദുമതത്തെ എന്തായാലും അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്, ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഹിന്ദുമതത്തിലെ ജാതീയതക്കെതിരെ വളരെ ശക്തമായിട്ട് രംഗത്ത് വന്ന വ്യക്തിയാണ് അംബേദ്കർ. അതുമാത്രമല്ല, അദ്ദേഹം ആ ഒരു മതം ഉപേക്ഷിച്ച്, അതായത് ഹിന്ദുമതം ഉപേക്ഷിച്ച് ബുദ്ധമതം സ്വീകരിച്ചു. തൻ്റെ അനുയായികൾ ഏതാണ്ട് 5 ലക്ഷത്തോളം വരുന്ന അനുയായികളുമായി ചേർന്നാണ് അദ്ദേഹം നാഗ്പൂരിലെ ദീക്ഷാഭൂമിയിൽ വെച്ച് ബുദ്ധമതം സ്വീകരിച്ചത്. അദ്ദേഹത്തിന് അന്ന് ഒരുപാട് പ്രലോഭനം ഉണ്ടായിരുന്നു. ഇസ്ലാം മതത്തിൽ നിന്നും ക്രിസ്തു മതത്തിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് പ്രലോഭനം ഉണ്ടായിരുന്നു. അതായത് ഹിന്ദുമതം ഉപേക്ഷിക്കുമ്പോൾ അദ്ദേഹം ഏത് മതത്തിലേക്ക് പോകും? കാരണം വിവിധ മതപണ്ഡിതരും അതുകൂടാതെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നേതാക്കളൊക്കെ അംബേദ്കറെ കണ്ടിരുന്നു. പക്ഷെ അദ്ദേഹം എടുത്ത ഒരു ഉറച്ച തീരുമാനം എന്നത്, അതായത് ഞാൻ മതം മാറുകയാണെങ്കിൽ, ഹിന്ദുമതം ഉപേക്ഷിച്ച് മറ്റൊരു മതം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതൊരു ഇന്ത്യൻ മതമായിരിക്കും, ഇന്ത്യയിൽ ഒറിജിൻ ചെയ്ത അല്ലെങ്കിൽ ഇന്ത്യയിൽ ആവിർഭവിച്ച ഒരു മതമായിരിക്കുമെന്ന് അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ആദ്യം സിഖ് മതത്തിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചു. പിന്നെ ഒടുവിൽ അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ അതിനർത്ഥം അദ്ദേഹം ഹിന്ദുമതത്തെ മാത്രമല്ല വിമർശിച്ചത്, ഹിന്ദുമതത്തിലെ ഉച്ചനീചത്വങ്ങളെക്കുറിച്ച് മാത്രമല്ല അദ്ദേഹം പ്രതിപാദിച്ചത്. അദ്ദേഹം ഇസ്ലാമിനെയും ക്രിസ്ത്യാനിറ്റിയും എല്ലാം വിമർശിച്ചിട്ടുണ്ട്. എബ്രഹാമിക് റിലിജൻസിനെ എല്ലാം അദ്ദേഹം വലിയ തോതിൽ തന്നെ വിമർശിച്ചിട്ടുണ്ട്. കാരണം അംബേദ്കർ തുറന്ന് സംസാരിക്കുന്ന, തുറന്ന് കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈല് നമുക്കറിയാം ആരാണെന്നുള്ളത്. അപ്പം സ്വാഭാവികമായിട്ടും അംബേദ്കർ ഇസ്ലാം മതത്തെ രൂക്ഷമായി തന്നെ വിമർശിച്ചിട്ടുണ്ട്. ഹിന്ദു മതത്തിലെ ജാതീയതയെ പോലെ തന്നെ ഇസ്ലാമിലും ജാതീയതയുണ്ട്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ സംവിധാനങ്ങളെക്കുറിച്ച്, അഷ്റഫ്സ്, അജ്ലഫ്സ്, അർസൽസ്, ഈ ഒരു വേർതിരിവിനെ കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ഓർ ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഉണ്ട്. ആമസോണിലൊക്കെ ലഭ്യമായ ഒരു പുസ്തകം തന്നെയാണ്. അതുകൂടാതെ തന്നെ ഇസ്ലാമിലെ ആ ഒരു ഏകത്വം അല്ലെങ്കിൽ ഏകദൈവ സങ്കല്പം, അത് ഇന്ത്യയിലെ ഒരു വൈവിധ്യത്തെയും അതുകൂടാതെ ബഹുസ്വരതയും ഒന്നും അത് അനുകൂലിക്കില്ല, അല്ലെങ്കിൽ അതിന് യോജിക്കുന്നതല്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണം. പിന്നെ അതുകൂടാതെ തന്നെ ഇസ്ലാം പൊതുവെ മറ്റു മതസ്ഥരോട് കാണിക്കുന്ന സമീപനം, അതിനെയും അദ്ദേഹം വിമർശിച്ചിരുന്നു. ഇതര മതസ്ഥരോട് വലിയ രീതിയിലുള്ള സാഹോദര്യം ഇസ്ലാമിലില്ല എന്നതായിരുന്നു അംബേദ്കറിൻ്റെ വീക്ഷണം. ആ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പിന്നെ സ്ത്രീകൾ നേരിടുന്ന വിവേചനം, ഇതെല്ലാം അദ്ദേഹം പ്രതിപാദിച്ചിരുന്നു എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ മറ്റ് എബ്രഹാമിക് റിലിജൻസിനെയും അദ്ദേഹം വിമർശിച്ചിരുന്നു. ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ക്രിസ്ത്യാനിറ്റി പൊതുവെ ഇൻജസ്റ്റിസിനെ കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമല്ല എന്നാണ് അംബേദ്കർ പറഞ്ഞത്. അതായത് ഉച്ചനീചത്വത്തെയും അതുകൂടാതെ തന്നെ അനീതിക്കെതിരെയും പോരാടാൻ ക്രിസ്തുമതത്തിന് സാധിക്കില്ല. പലപ്പോഴും മിഷനറിമാർ മതപരിവർത്തനം നടത്തുകയാണെങ്കിൽ അതിനുശേഷം പിന്നെ അവർ അതിലേക്ക് തിരിഞ്ഞു നോക്കില്ല എന്നൊക്കെയാണ് അംബേദ്കർ പ്രതിപാദിച്ചിരുന്നത്. പിന്നെ ഈ യൂറോപ്പിലെയും അതുകൂടാതെ തന്നെ അമേരിക്കയിലേക്ക് വർണ്ണവിവേചനത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് അടിമത്വം, നീഗ്രോസിനോട് എങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റി പെരുമാറിയത്, ഇതൊക്കെയാണ് അദ്ദേഹം ഇതിന് ഉദാഹരണമായിട്ട് പ്രതിപാദിച്ചിരുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ ഈ ദളിത് ക്രിസ്ത്യാനികളെക്കുറിച്ചൊക്കെ അദ്ദേഹം വളരെ വിശദമായി തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ക്രിസ്തു മതത്തെയും ഇസ്ലാം മതത്തെയും ഒക്കെ ഒരുപോലെ ഹിന്ദുമതത്തിനൊപ്പം വിമർശിച്ച ഒരു വ്യക്തിയാണ് ബാബാ സാഹിബ് അംബേദ്കർ. പക്ഷേ നമ്മൾ കേരളത്തിൽ പൊതുവെ കാണുന്നത് ഒരൊറ്റ വീക്ഷണഗതിയാണ്. ഇപ്പോൾ സണ്ണിയം കബിക്കാട് ആണെങ്കിലും അതുകൂടാതെ തന്നെ ടി.എസ്. ശ്യാംകുമാർ ആണെങ്കിലും ഇവരെല്ലാം ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രത്തിലും അവരുടെ മാധ്യമ സ്ഥാപനങ്ങളിലെല്ലാം പോയിട്ടാണ് ഹിന്ദുമതത്തെയും അംബേദ്കറിനെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് ഒരു ഇസ്ലാം മത വിമർശനം ഒരിക്കലും
ഒരിക്കലും ഉണ്ടാകില്ല. പ്രത്യേകിച്ച് അംബേദ്കർ ഇസ്ലാം മതത്തെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ അവർക്ക് ധൈര്യം വരില്ല. അപ്പോൾ ശ്രീജിത്ത് പണിക്കർ ഈ ഒരു സംവാദത്തിനിടെ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അത് മറ്റൊരു അവസരത്തിലാകാമെന്നായിരുന്നു സണ്ണിയം കബിക്കാട് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും അത് അങ്ങനെ തന്നെയാണ്. കാരണം ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളെ സംബന്ധിച്ച് എപ്പോഴും ഹിന്ദുമതത്തിനിടയിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യാനും അതിങ്ങനെ പർവ്വതീകരിച്ച് കൊണ്ടുവരാനൊക്കെയാണ് ശ്രമിക്കാറ്. ഇത്തരം ചിന്തകരാണെങ്കിൽ ആ രീതിയിൽ അവർ തീറ്റിപ്പോറ്റി വളർത്തുന്ന ആളുകളാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ആ രീതിയിലുള്ള ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് മുമ്പിലുണ്ട്. ഇവർ എപ്പോഴും ഈ ഹിന്ദുമതത്തിനിടയിൽ, പ്രത്യേകിച്ച് ഹിന്ദുമതത്തിലെ OBC അല്ലെങ്കിൽ SC വിഭാഗക്കാർക്കിടയിൽ ഒരു അപകർഷതാബോധം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുക. മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇവർ സംസാരിക്കില്ല. അപ്പോൾ ഈ അംബേദ്കർ എന്ന് പറഞ്ഞ എല്ലാ സംഭവങ്ങളെയും കൃത്യമായിട്ട് ഒരു ലോജിക്കലി കണ്ട വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങളിൽ വിയോജിപ്പുണ്ടാവും. കാരണം അദ്ദേഹം ഇപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് യോജിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. കാരണം അദ്ദേഹം നാഷണലിസത്തെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമുക്കിവിടെ പറയേണ്ട ആവശ്യമില്ല. കാരണം ഒരു എനിമിറ്റി ഉണ്ടാക്കുക എന്നുള്ളതല്ലല്ലോ നമ്മുടെ ആരുടെയും ലക്ഷ്യം. പക്ഷേ അംബേദ്കർ ആ രീതിയിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അംബേദ്കർ മലബാർ കലാപത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതൊരു സ്വാതന്ത്ര്യ സമര പോരാട്ടമല്ല, അതൊരു വർഗീയ കലാപമാണെന്നാണ്. അംബേദ്കറിന് എല്ലാ വിഷയങ്ങളെക്കുറിച്ചും തൻ്റേതായുള്ള അഭിപ്രായമുണ്ടായിരുന്നു. തനിക്ക് ഉറച്ച ബോധ്യമുള്ള കാര്യങ്ങൾ ഉറക്കെ പറയുന്ന ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു അംബേദ്കർ. കമ്മ്യൂണിസത്തെക്കുറിച്ചും അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിസത്തെ വിമർശിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, 2 പ്രശ്നങ്ങളായിട്ട് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഒന്ന് ഡിക്റ്റേറ്റർഷിപ്പ്, ഏകാധിപത്യം. അതുകൂടാതെ തന്നെ അക്രമ സംഭവങ്ങൾ അല്ലെങ്കിൽ അക്രമം അഴിച്ചുവിടാനുള്ള ഒരു ത്വര, വയലൻസ്. ഇത് രണ്ടുമാണ് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നത്. അപ്പം ഈ രീതിയിൽ തനിക്ക് തോന്നുന്ന ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങൾ തുറന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു അംബേദ്കർ. അംബേദ്കർ നമ്മളെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഭരണഘടനാ ശില്പിയാണ്. ദളിത് വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ അധസ്ഥിത വിഭാഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച, ജീവിതം തന്നെ സമർപ്പിച്ച ഒരു വ്യക്തിത്വമാണ്. നമ്മളെല്ലാവരും അദ്ദേഹത്തെ ഏറെ ആദരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും അംഗീകരിക്കണമില്ല. ഏതൊരു വ്യക്തിക്കും അദ്ദേഹത്തിൻ്റെതായുള്ള വീക്ഷണഗതികളുണ്ടാവും. ഏത് മഹാനാണെങ്കിലും ചിലത് ശരിയായിരിക്കാം, ചിലത് തെറ്റായിരിക്കാം. അത് ഓരോ ആളുകളുടെ വീക്ഷണഗതികൾക്ക് അനുസരിച്ചായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്കിതിനെ ഒരു റൈറ്റ് സ്പിരിറ്റോടെ കാണുക എന്നുള്ളതാണ് പ്രധാനം. കാരണം ഇന്നത്തെ തലമുറയെ സംബന്ധിച്ച് അംബേദ്കറെ ആണെങ്കിലും ഇത്തരം ചരിത്ര പുരുഷന്മാരെയൊക്കെ കൃത്യമായിട്ട് വായിച്ചെടുക്കാനും വ്യാഖ്യാനിക്കാനൊക്കെ ഉള്ള അവസരങ്ങളുണ്ട്. കാരണം അത്രയും വലിയ സാങ്കേതിക പരിജ്ഞാനം, സാങ്കേതിക രംഗത്തെ മാറ്റം ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. ChatGPTയും ഗൂഗിളും ഒക്കെ വന്നതിന് ശേഷമുള്ളൊരു മാറ്റം വളരെ വലുതാണ്. അതുകൂടാതെ തന്നെ ഈ പുസ്തകങ്ങളെല്ലാം ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സംവിധാനത്തെ അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങളെ ഒരു മുൻവിധിയോടെ കാണേണ്ട ആവശ്യമില്ല. വളരെ ട്രൂ സ്പിരിറ്റോടെ, ജനാധിപത്യ സ്പിരിറ്റോടെ തന്നെ നമുക്ക് ഇത്തരം ചിന്താഗതികളെയും ഇത്തരം വീക്ഷണങ്ങളെയൊക്കെ നമുക്ക് വിലയിരുത്താം, നമുക്ക് മനസ്സിലാക്കാം എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം.